നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFIയുടെ പുതിയ ഗൂഢാലോചന പുറത്ത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് ദേശീയ പൗരത്വ രജിസ്റ്ററിൽ NRCയിൽ നിന്നും രക്ഷപ്പെടാനായി ജാർഖണ്ഡിലെ ആദിവാസി പെൺകുട്ടികളെ മതമൗലികവാദ സംഘടനകളുടെ സഹായത്തോടെ വിവാഹം കഴിച്ച് മതം മാറ്റി അനധികൃതമായി ഭൂമി വാങ്ങി കൂട്ടുന്നുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മതമൗലികവാദ സംഘടന സംസ്ഥാനത്ത് ഏകദേശം 10,000 ഏക്കറിലധികം ഭൂമി വാങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്റലിജൻസ് വകുപ്പ് ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് അയക്കുകയും ചെയ്തു. PFIയെ രാജ്യത്ത് നിരോധിച്ചതിനു ശേഷവും സന്താൽ ലാൻഡ് എന്നറിയപ്പെടുന്ന പാക്കൂർ, ജംതാര, ഗോഡ, സാഹിബ്ഗഞ്ച് ജില്ലകളിലേക്ക് സംഘടന അതിവേഗം വികസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്മഹൽ, ഉദ്വ, ബർഹത്ത്, തൽജരി ബ്ലോക്കുകളിലെ അയോധ്യ, ജോഗ്തോള, വൃന്ദാവൻ, ബാലുഗ്രാം, കരത്തോളം, മഹാരാജ്പൂർ, തീൻ പഹാഡ് ബസാർ, ജോങ്ക, ഗംഗാദിയ, പദർകോല തുടങ്ങിയ ഗ്രാമങ്ങളിൽ മതമൗലികവാദികൾ അതിവേഗം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ ഭൂമി ബലമായി കൈവശപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി തുച്ഛമായ വിലയ്ക്കും ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിനു പുറമെ പോപ്പുലർ ഫ്രണ്ട് സ്വന്തം അംഗങ്ങൾ വഴി ആദിവാസി സമൂഹത്തിന്റെ ഭൂമി കൈവശപ്പെടുത്തുക മാത്രമല്ല, ബംഗ്ലാദേശി അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് ജാർഖണ്ഡിലെ അവരുടെ ഭൂമി ഏകീകരിക്കുന്നതിനും ജംഗമ സ്ഥാവര സ്വത്തുക്കൾ വാങ്ങുന്നതിനും സഹായധനം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലെന്ന് ജാർഖണ്ഡ് പോലീസ് വക്താവ് RK മാലിക് പറഞ്ഞു. അതേസമയം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഇത് ദേശീയ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം അപകടകരമാണ്. ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ PFI അംഗങ്ങൾ പദ്ധതി പ്രകാരം കെണിയിൽ വീഴ്ത്തി വിവാഹം കഴിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തീവ്രവാദികൾക്ക് സുരക്ഷിതമായി പ്രവേശിക്കാൻ ഒരു ഇടനാഴി സൃഷ്ടിക്കാൻ അവർക്ക് ഇതിലൂടെ കഴിയും. ഇതുവരെ 12,000-ലധികം പെൺകുട്ടികളെ PFI അംഗങ്ങൾ കെണിയിലാക്കി വിവാഹം കഴിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം അസമിനെ പോലെ ജാർഖണ്ഡിലും NRC നടപ്പിലാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അസമിൽ 1.66 ലക്ഷം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. അവരിൽ 30,100-ലധികം പേരെ സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ നാടുകടത്തിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളെപ്പറ്റി അസം മന്ത്രി അതുൽ ബോറയാണ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് MLA അബ്ദുർ റഹീം അഹമ്മദിന് നൽകിയ മറുപടിയിൽ 2024 ഡിസംബർ 31 വരെ ആകെ 1,65,531 കുടിയേറ്റക്കാർ അസമിൽ അനധികൃതമായി താമസിക്കുന്നതായി കണ്ടെത്തിയതായി മന്ത്രി ബോറ വെളിപ്പെടുത്തി. ഇതിൽ 32,870 നുഴഞ്ഞുകയറ്റക്കാർ 1966-നും 1971-നും ഇടയിൽ സംസ്ഥാനത്ത് പ്രവേശിച്ചവരാണ്. അതേസമയം 1,32,661 പേർ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള കട്ട് ഓഫ് വർഷമായ 1971 മാർച്ചിന് ശേഷമാണ് വന്നത്. ഇതുവരെ 30,115 അനധികൃത വിദേശികളെ നാടുകടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചരിത്രപരമായി അസം അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള വൻതോതിലുള്ള അനധികൃത കുടിയേറ്റം സംസ്ഥാനത്തെ നിരവധി ജില്ലകളുടെ ജനസംഖ്യാശാസ്ത്രത്തെ മാറ്റിമറിച്ചതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.